നമ്മള് യോവേൽ പ്രവാചകന്റെ പുസ്തകം പല ആവർത്തി നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. 2:28 പറയുന്നു, അന്ത്യകാലഘട്ടത്തിൽ സകല ജനത്തിന് വേണ്ടി ഞാൻ എന്റെ സ്പിരിറ്റ് ഓൺ എവ്രി ജെന്റൈൽസ്. പക്ഷേ അതിന്റെ 23-ഉം 24-ഉം 2:23-24 നമ്മൾ വായിക്കുമ്പോൾ ഈ ആത്മാവ് നിറയുന്നതിന് മുമ്പേ ദൈവം ഒരു പ്രവൃത്തി നിങ്ങളുടെ നടുവിൽ ചെയ്യാൻ പോകുക. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. സിയോൻ മക്കളെ, സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് എന്ന് പറഞ്ഞാൽ റിജോയ്സ് ഇൻ ലോർഡ്. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും. പിന്മഴ ഇതിന്റെ അർത്ഥം എന്താ പറയട്ടെ? അതിനർത്ഥം ഉണർവാണ്, റിവൈവൽ. മുൻമഴ പിന്മഴ, ദാറ്റ് മീൻസ് റിവൈവൽ. അതാണ് ഓർമ്മ. മുന്നോട്ട് വായിച്ചേക്കാം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ആദ്യം നിറവ് നടക്കും, ആദ്യം പിന്നെ ഓവർഫ്ലോ ഉണ്ടാകും. നിറയാതെയും ഓവർഫ്ലോ ആകാതെയും നിന്റെ വീടിനകത്ത് ഉണർവ് നടക്കത്തില്ല. പറയുന്നു, എടാ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാണോ? നീ ഉണർവിന് വേണ്ടി നിൽക്കുന്നവനാണോ? ആ കർത്താവിന്റെ ആത്മ പറയുന്നു, ആദ്യം നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആദ്യം നിന്റെ ധാന്യങ്ങൾ കൊണ്ട് നിന്റെ വീട് നിറയ്ക്കും. നിന്റെ വീടിനകത്ത് വീഞ്ഞും എണ്ണയും നിറവുണ്ടാകും. അതിനുശേഷം ഞാൻ ആത്മാവ് കൊണ്ട് നിന്നെ നിറയ്ക്കും. നീ വേണ്ടുമേ